വെൽക്കം ടു ഗ്രാമീസ് ലൂപ്പ്. ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ഉള്ളതെന്ന് പറയുന്നത്. അതിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ഫോട്ടോഗ്രാഫർ സൂഫിയും സുജാതയും ആട് 3, പടക്കളം, മോഹിനിയാട്ടം എന്ന മൂവീസ് ചെയ്ത നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വിഷ്ണു എസ് രാജനാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ദ ഷോ വിഷ്ണു. ആദ്യം തന്നെ കോൺഗ്രാറ്റുലേഷൻസ്. ഈ അടുത്ത് റിലീസായ 2 പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഹൗ ഡു യു ഫീൽ? എന്താ പറയുക, എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഒരു മാസം തന്നെ 2 സിനിമ, രണ്ടും ബ്ലോക്ക് ബസ്റ്ററായിട്ട് തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം. മോഹിനിയാട്ടോ, ആട് 3. ത്രീയും, കറക്റ്റ്. എങ്ങനെയാണ് മോഹിനിയാട്ടത്തിലേക്ക് വന്ന് എത്തിച്ചേർന്നത് ശരിക്കും പറഞ്ഞാൽ? മോഹിനിയാട്ടം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു മൂവിയാണ്. കാരണം ഞാൻ ആട് 3 ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സജി ചേട്ടൻ എന്നെ ഈ പടത്തിലേക്ക് വിളിക്കുന്നത്. അന്ന് ആട് ഇത്രയും ഡിലേ ആവുമെന്ന് പ്രതീക്ഷയില്ല. 2 പടവും അതായത് ആട് തീർന്നതുമില്ല, മോഹിനിയാട്ടം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ടൈറ്റായിരുന്നു, ഷെഡ്യൂൾ ടൈറ്റായിരുന്നു. രണ്ടിടത്തുമായിട്ട് ഓടി നിന്ന് വർക്ക് ചെയ്ത് തീർക്കുമായിരുന്നു. ഓക്കെ. ബേസിക്കലി ആദ്യം തന്നെ നമ്മളൊരു മൂവി അനൗൺസ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന പോസ്റ്ററാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ മൂവി. അപ്പോൾ നമ്മൾ ചില സമയത്ത് പോസ്റ്റർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ മൂവിനെ കാണാനേ പോവില്ല. അപ്പോൾ അത് മോഹിനിയാട്ടത്തിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. ദർ വാസ് എ ഹുക്ക്. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? അതിന് ഞാനൊരു BTS കൂടി കണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. സോ ഹൗ വാസ് ദാറ്റ് പ്രോസസ് ആക്ച്വലി? ലോ ആംഗിളിൽ നിന്നാണ് ആ ഒരു പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം അതായത് ഒരു താഴെ കിടക്കുന്ന ഒരാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വേണ്ടത്. ബാക്കി എല്ലാ ആ ഫാമിലീസിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ എല്ലാം നമ്മളൊരു സിംഗിൾ ഫ്രെയിമിൽ വരെയും വേണം. എന്നാൽ വിഷൻ എന്ന് പറയുന്നത് ഫ്ലോറിൽ കിടക്കുന്ന ഒരാളുടെ വിഷനിലും ആയിരിക്കണം. അപ്പം അത് ആദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും? ഒരാൾ ഹൈറ്റിൽ, ഇപ്പം ഇവരെ ഹൈറ്റിൽ നിർത്തി ഷൂട്ട് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നമുക്ക് ക്യാമറ പ്ലേസ് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഫ്ലോറിൽ ക്യാമറ പ്ലേസ് ചെയ്യുന്ന മാത്രമല്ല, പ്ലേസ് ചെയ്തിട്ട് ലൈറ്റ് ചെയ്യണം. കാരണം ത്രൂ ഔട്ട് ഈ നിൽക്കുന്ന ഇത്രയും പേർക്കും ലൈറ്റ് പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്യുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പിന്നെ ക്യാമറ ലോ ആംഗിളിൽ തന്നെ ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലെൻസ് ഫിഷ് ഐ എഫക്റ്റ് വരുന്ന ഒരു ലെൻസാണ്. 15 വൈഡിലാണ് ആ സാധനം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്നാലേ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ ഒരു നോർമൽ ഒരു ഇമേജിന് എല്ലാവർക്കും ഒരു ബൾജിങ് ഉണ്ട്. ആ ഒരു ഡിസ്ട്രോഷൻ, അതാണ് ആ ഇമേജിന്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മളിപ്പം തറയിൽ ഫ്ലോറിൽ കിടക്കുമ്പോൾ നമ്മുടെ ചുറ്റിൽ ആൾക്കാർ വന്ന് നിന്നാൽ നമുക്ക് നോർമലി ഒരു വിഷൻ അല്ല, എല്ലാവരും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ബൾജിങ് വരും സൈഡിൽ. അത് ആ പറയുന്ന പോസ്റ്ററിൽ അതായിരുന്നു അത് വേണ്ടത്. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണ് ആ ഫസ്റ്റ് ലുക്കിൻ്റെ പോസ്റ്റർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2 hours ടൈം എടുത്തു. കാരണം ലൈറ്റിങ്ങും പരിപാടികളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കാനുള്ളൊരു അത്രയും ടൈം എടുത്തു ആർട്ടിസ്റ്റുകൾക്കും. അതെ അതെ അതെ. അല്ല, നമുക്ക് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ BTS ആണ് നമ്മൾ അന്ന് വിട്ടത്. ഈ പോസ്റ്റർ ഷൂട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ, സോ യു നീഡ് ടു നോ ദ ഹോൾ മൂവി, അതിന്റെ ഒരു ഐഡിയ നമുക്ക് വേണമെന്നല്ലോ. അപ്പം സ്ക്രിപ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യാറുണ്ടോ അതോ? ചില സിനിമകളിൽ നമ്മൾ കഥ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് തരും, സ്ക്രിപ്റ്റ് വായിക്കും. കാരണം നമുക്ക് എല്ലാ സിനിമകളും എല്ലാ മൂഡും അല്ലെങ്കിൽ പല ജോണേഴ്സ് ആയിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ പോസ്റ്റേഴ്സ് എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കും അതിനൊരു ഐഡിയ വേണം. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില സാഹചര്യത്തിൽ കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഥ ചോദിച്ച് കഥ കേട്ടിട്ട് പോകാറാണ് സാധാരണ പതിവ്. M.Tech പാസ് ഔട്ട് ആണ്. എങ്ങനെയായിരുന്നു ശരിക്കും ഇത്? യൂഷ്വൽ എഞ്ചിനീയർ സ്റ്റോറി ആണോ അതോ എങ്ങനെയായിരുന്നു ശരിക്കും സിനിമാ ലോകത്തേക്കുള്ളൊരു എൻട്രി? ലൈക്ക് ഹൗ വാസ് ദാറ്റ് ജേർണി? അല്ല, നേരത്തെ ക്യാമറയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം BTech കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു സ്വന്തമായിട്ടൊരു ക്യാമറ വാങ്ങുന്നത്. അങ്ങനെ ക്യാമറ എടുത്ത് ഫോട്ടോസ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് M.Tech ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാരലി സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് M.Tech കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ചലഞ്ച് അല്ലെങ്കിൽ പാഷൻ എന്നാൽ ട്രൈ ചെയ്യാം എന്നുള്ളൊരു 1 year 2 year ഒരു ടൈം പീരീഡിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് M.Tech കഴിഞ്ഞതിന് ശേഷം സിനിമയിലേക്ക് ഇറങ്ങുന്നത്.
ആദ്യത്തെ സിനിമ ഇഷ്ക് ഇഷ്കായിരുന്നു അതെ ആസ് എൻ അസിസ്റ്റന്റ് അതെ അല്ലേ? അതെ കറക്റ്റ്. ഹൗ വാസ് ദാറ്റ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് സിനിമ തന്നെ ഐ തിങ്ക് യു ഗോട്ട് എ ഗുഡ് ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റും. ഇഷ്കിലേക്കായിരുന്നു അസിസ്റ്റന്റ് ആയിട്ട്. ഹൗ വാസ് ദാറ്റ് ലൈക്ക്? അല്ല, ഇഷ്കിലേക്ക് എത്തുന്നതിന് ഒരു 1 ഇയർ ഞാൻ ഒരുപാട് ചാൻസ് പലരിടത്തും ചോദിച്ചു, അങ്ങനെ കിട്ടിയില്ല. പക്ഷേ അത് ത്രൂ ഔട്ട് നമ്മുടെ പാഷന് അവിടെ എത്തണമെന്നുള്ളൊരു എയിം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് എനിക്ക് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഇഷ്കിൽ വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു പടത്തിലേക്ക് കിട്ടും, അത് അങ്ങനെ ഒരു സിനിമയിലേക്കും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് വളരെ സന്തോഷമായി. ഡബിൾ അതെ ഹാപ്പിനെസ്. അതെ അതെ അത് കഴിഞ്ഞ് ലൂക്ക അതെ ആസ് എൻ അതെ അസിസ്റ്റന്റ്. അതെ അതെ അതെ. ആൻഡ് നമ്മുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങിയത് നമ്മൾ ഐ തിങ്ക് സുഫിയും അല്ല സുജാതയും. അല്ല, അന്വേഷണമായിരുന്നു ഫസ്റ്റ്. അന്വേഷണമായിരുന്നു. അതെ അതെ. ഓക്കെ. എല്ലാവരും രജിസ്റ്റർ ചെയ്ത മൂവി സൂഫിയും സൂഫിയും സുജാത. സുജാതയും. സെക്കൻഡ് മൂവിയായിരുന്നു യെസ് സൂഫിയും. യെസ്. പക്ഷേ ദോസ് വർ ബ്യൂട്ടിഫുൾ ഷോട്ട്സ്. ഐ ക്യാൻ സ്റ്റിൽ റിമെമ്പർ. ആദ്യമായിട്ട് ഐ മീൻ വർക്ക് ചെയ്ത് അദിതി റാവു ഒക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഒക്കെ ആയിരുന്നു പോസ്റ്റേഴ്സിലും. സോ അതിൻ്റെ പിന്നിൽ ഡിഡ് യു ഹാവ് എ പ്രോസസ് വിത്ത് ദാറ്റ് ഓൾസോ? അല്ല, എന്നെ ആ സിനിമയിലേക്ക് വിളിക്കുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, അതിഥിയുടെ കുറച്ച്, അതായത് നമുക്ക് ആ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പറയാം, ഫോട്ടോഷൂട്ടല്ല വേണ്ടത്, അതായത് ലൈവായിട്ടുള്ള ഇമേജസിനാണ് അതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. അങ്ങനത്തെ ഒരു ജോണർ പടമായതുകൊണ്ട് അപ്പം നമുക്ക് ആദ്യം കിട്ടിയ ഇൻസ്ട്രക്ഷനും ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത് എത്ര മാക്സിമം നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഡു യു ലൈക്ക് ലൈവ് ഫോട്ടോഗ്രാഫി ആണോ ഇഷ്ടം, അതോ നമ്മളിപ്പം ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം? അല്ല, അങ്ങനെ അത് എന്തെങ്കിലും നമുക്ക് താല്പര്യം? അല്ല, ലൈവ് രണ്ടും രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം പറഞ്ഞ കണക്ക് എല്ലാ സിനിമകൾക്കും നമുക്ക് ലൈവ് ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിനിമകളിൽ ചിലപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടി വരും. അല്ല, ലൈവ് മാത്രം ഒരു ലവ് സ്റ്റോറി ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈവ് ഫോട്ടോസിലായിരിക്കും കൂടുതൽ ലൈഫ് ഉള്ളത്. ലൈവായിട്ടുള്ള ഫോട്ടോസിന് ആ ഒരു ലൈഫ് കിട്ടത്തുള്ളൂ. അത് ഒരു ലവ് സ്റ്റോറിക്ക് നമ്മൾ കൊണ്ട് ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടില്ല. അപ്പം ഓരോ ജോണർ അനുസരിച്ചാണ് നമ്മൾ ഷൂട്ട് എങ്ങനെയാണെന്ന് സെലക്ട് ചെയ്യുന്നത്. ഈ അടുത്ത് റിലീസായ 2 ജോണേഴ്സും ഫൺ ജോണർ, ലൈക്ക് ഇറ്റ് വാസ് കോമഡി. അപ്പം അവിടെ ഓൺ സെറ്റ് നമ്മളിപ്പോൾ ഒരു കോമഡി ഫുൾ മൂവി മൊത്തം കോമഡി ആയതുകൊണ്ട് അവിടെ എന്തായാലും ദർ വിൽ ബി ഫൺ മൊമെന്റ്സ്. അങ്ങനെ ഏതെങ്കിലും മൊമെന്റ് ഇപ്പോഴും ആലോചിച്ച് ചിരിക്കുന്ന ഒരു മൊമെന്റ്? 2 സിനിമകളിലും അതുപോലെ തന്നെയാണ്. കാരണം അറിയാലോ, ആട് ആട് ഫ്രാഞ്ചൈസിയിലെ 3 മോഹിനിയാട്ടം. യെസ്. അപ്പോൾ ആടിലെ ക്യാരക്ടേഴ്സ് എല്ലാം ആ ഒരു കോസ്റ്റ്യൂമിൽ നമ്മൾ ഇപ്പം ആട് 1ഉം 2ഉം കണ്ടിട്ട് 3 എന്ന് പറയുന്നൊരു സിനിമ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഞാനൊരു ഫാൻ ബോയാണ്. ഇത്രയും ക്യാരക്ടേഴ്സിൻ്റെ അത് അവരെ നേരിട്ട് കാണുക. അപ്പോൾ അത് അവരുടെ ക്യാരക്ടറിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. തുടക്കമൊക്കെ വർക്ക് ചെയ്യുമ്പോഴും എല്ലാവർക്കും ആ ഒരു ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി മൂഡിലാണ് ഷൂട്ട് പോകുന്നത്. അപ്പം ഈ അടുത്ത് ചെയ്ത ഫോട്ടോഷൂട്ട്സിന് അല്ലെങ്കിൽ വാട്ട് എവർ ഷൂട്ട്സ് ദാറ്റ് യു ആർ ഡൂയിങ്, അതിൽ നമ്മൾ ഹൈ ക്വാളിറ്റി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ? അതെ, ഞാൻ ആടിൽ ആക്ച്വലി ഞാൻ ഫസ്റ്റ് തുടക്കം തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചു. കാരണം ഇത്രയും വലിയ പടമാണ്. അപ്പം ആട് 1ഉം 2ഉം പോലെയല്ല ആട് 3. അപ്പം അത് ഇപ്പം ഞാൻ 1ഉം 2ഉം അല്ല ഞാനല്ല ചെയ്ത്, 3 ആണ്. അപ്പം നമുക്ക് ഇപ്പം എല്ലാവരും ഒരു വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീവിയസ് ആ ഒരു ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ പാർട്ടാണ്. അപ്പം ഞാൻ എടുക്കുമ്പം എനിക്കതിൽ ഒരു സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 1 ഇയർ ഓളം ഈ പടത്തിൻ്റെ ഷൂട്ട് പോയായിരുന്നു. അപ്പം ആ സമയത്ത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഞാൻ മീൻസ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു നോളജ് വെച്ചിട്ട് എനിക്കിതിൽ എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസേൺ. അങ്ങനെ ഞാൻ അറിയാമല്ലോ, ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് സീനുകൾ എങ്ങനെയാണ്. അപ്പം ആ സീൻ ആപ്റ്റായിട്ടുള്ള ഏത് ലെൻസ് യൂസ് ചെയ്യാം, ഏത് ക്യാമറ യൂസ് ചെയ്യാം, അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബന്ധങ്ങളിൽ നിന്ന് ഉള്ള രീതിയിൽ ഞാൻ അതിലേക്ക് കുറച്ച് പ്രീമിയം ലെൻസുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആ ഡേറ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ കാനോണും സോണിയായിട്ട്
പറഞ്ഞിട്ട്, അതായത് എൻ്റെ കയ്യിലില്ലാത്ത ലെൻസുകൾ ഞാനത് ബോംബെയിൽ നിന്നും വരുത്തിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം വൈൽഡ് ലൈഫ് യൂസ് ചെയ്തിരിക്കുന്ന ലെൻസുകൾ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഒരുപാട് പേര് ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ആ ലെൻസ് ഷൂട്ട് ചെയ്തതെന്ന്. അപ്പം അത് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി, കാരണം സിനിമയിൽ അങ്ങനെ ഒരു ലെൻസ് കൊണ്ടുവന്ന് എന്തിനാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സീൻ കാണുമ്പോൾ അതിൻ്റെ ഇമേജ് ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ ഇപ്പം അന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പം എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതെ 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 അതെ. ആട് 1 and 2 വേറൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു, അതേപോലെ ഭരതനാട്യം വേറൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ആട് 3യും മോഹിനിയാട്ടവും ഇതിപ്പം രണ്ടും സീക്വൽസ് ആണ്. സീക്വൽസ് നിങ്ങളുടെ ഒരു ലക്ക് ഫാക്ടർ ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനല്ല, നമുക്ക് കിട്ടുന്ന അതിപ്പം ഇപ്പം അതിന് മുമ്പ് ഇറങ്ങിയ പടം പടക്കളം ഹിറ്റായിരുന്നു. അങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന പ്രോജക്റ്റ് ഏതോ ആയിക്കോട്ടെ, അത് മാക്സിമം നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബാക്കിയെല്ലാം വരുന്നത് അല്ല, ഈ 2 സിനിമകൾ എനിക്ക് കിട്ടിയത് ഒരു ലക്ക് ഫാക്ടറായിട്ട് കാണുന്നു ഞാൻ. ഈ ഒരു ടൈമിങ്ങിൽ ലാസ്റ്റ് ഇയർ വർക്ക് ചെയ്യാൻ പറ്റി. ആ 2 സിനിമകളും സക്സസ്ഫുൾ ആയതിൽ വളരെ സന്തോഷം. അതെ. മലയാളത്തിൽ മാത്രമാണോ അതോ ആർ യു വർക്കിംഗ് ഫോർ തമിഴോ അല്ലെങ്കിൽ ഹിന്ദി അങ്ങനത്തെ? അല്ല, ഞാൻ തമിഴ് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്. ഹൊമ്പാലെ ഫിലിംസിലെ തമിഴ് മൂവി കീർത്തി സുരേഷ് ആയിരുന്നു ആർട്ടിസ്റ്റ്. അത് 2023 ആ ടൈമിലായിരുന്നു. ആട് 3 കണ്ടായിരുന്നു. അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ആക്ടിങ് ഓൾസോ? അല്ല, അത് സത്യം പറഞ്ഞാൽ അത് ഒരു യാദൃശ്ചികമായി കിട്ടിയൊരു റോളാണ്. പക്ഷെ അത് ഇത്രയും പോപ്പുലർ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുമെന്നുള്ളൊരു ഐഡിയ, മീൻസ് അന്ന് നമ്മൾ അതങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു റോളിൽ സീനിൽ ഒരു ചെറിയൊരു സീനാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു സീൻ കിട്ടിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാരിലേക്ക് അത് എത്തുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് ഇപ്പോഴും അതൊരു എന്താ പറയുക, ഒരു ലക്ക് ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത്. ഇനി അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ആവശ്യം, ഇഫ് ദേ ആസ്ക് വിൽ യു സേ യെസ്? അല്ല, നമുക്ക് ഇപ്പം എനിക്ക് പറ്റും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. വലിയ മോഹങ്ങളൊന്നും എല്ലാരും കേട്ടോളൂ, ഹീസ് ഓക്കേ ടു ആക്ട്. ആട് 3ലെ ക്യാരക്ടർ ഭയങ്കര പെട്ടെന്ന് രജിസ്റ്റർ ആയ ഒരു ക്യാരക്ടറാണ്. അത് മൂവി കണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം കുറേ ഫ്രണ്ട്സ് കണ്ടിട്ട് സ്റ്റോറി ഇടുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിത് റീമെൻഷൻ ഒന്നും ചെയ്യാൻ പോയില്ല. കാരണം കാണുന്നവർക്ക്, കാരണം എന്നെ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണും, നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്, ഓക്കെ, ടെക്നീഷ്യനാണ്, പക്ഷേ സ്ക്രീനിൽ അങ്ങനെ ഒരു നമ്മളെ കാണുമെന്നുള്ള ആൾക്കാരുടെ പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വേറെ സോഷ്യൽ മീഡിയാസിലോ എങ്ങും പോസ്റ്റ് ചെയ്തില്ല. എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് പോലും ഞാൻ റീമെൻഷൻ ചെയ്തില്ല. ഒരു 5 days ഒക്കെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഡെയിലി രാവിലെ അതായത് നമുക്ക് കുറേ നാൾക്ക് ശേഷം മെസ്സേജ് ചെയ്യുന്നവരൊക്കെ കാണുമല്ലോ, വിഷു, ഓണം. അപ്പം പുതിയ മെസ്സേജസ്, അല്ലെങ്കിൽ മീൻസ് അങ്ങനെ കോമൺലി മെസ്സേജ് അയക്കാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പല തിരക്കുകളിലായിരിക്കും എല്ലാവരും. ഇവരുടെ എല്ലാം മെസ്സേജസ് വരുന്നുണ്ട്, എല്ലാം സ്ക്രീൻഷോട്ട്, വീഡിയോ, മീൻസ് തിയേറ്ററിൽ നിന്ന് പടം. അപ്പം എനിക്കിതൊരു ക്രേസായി, അതായത് ആരൊക്കെ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാൻ പറ്റും, ഞാൻ പോസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക. പിന്നെ ഒരു ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം സർവീസ് സെൻറ്ററിൽ സർവീസിന് ചെന്നപ്പം, അപ്പം നമ്മൾ നോർമലി സെക്യൂരിറ്റി കാണുമല്ലോ, സെക്യൂരിറ്റി നമ്മുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് എന്തിനാ വന്നത്, കംപ്ലൈൻ്റ് ആണോ? ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അപ്പം സർവീസാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയാം, അല്ലല്ല മോനെ, അതൊന്നും അല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയിട്ട്? സർവീസാണ്, കംപ്ലൈൻ്റ് അല്ല അത് മോനെ എന്താ ജോലിയെന്ന്. നമ്മൾ സർവീസിന് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത്, സെക്യൂരിറ്റീസ് ഒന്നും നമ്മളായിട്ട് അങ്ങനെ പരിചയപ്പെടത്തില്ല. ഞാൻ ചോദിച്ചേട്ടാ എന്താ? അല്ല മോനെ കഴിഞ്ഞ ദിവസം സിനിമയെ കണ്ടത്. അതെനിക്ക് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ ആലോചിച്ച് പുള്ളി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ ഞാൻ സിനിമയെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇത് ആളെ മനസ്സിലായി, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ വല്ലപ്പോഴും നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലത്ത് അവർ നമ്മുടെ തിയേറ്ററിൽ നിന്ന് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സീൻ, അല്ലെങ്കിൽ ആ ത്രൂ ഔട്ട് ആ സീനിൽ ഒരു ഭാഗമാകാൻ പറ്റിയത് സന്തോഷം. അപ്പോൾ ആട് 3ല്
ചെയ്ത ക്യാരക്ടറിന്റെ സ്റ്റിൽ ആരാ എടുത്തേ? എൻ്റെ സ്റ്റിൽ Yeah, your still. അതെൻ്റെ അസിസ്റ്റന്റ് ആണ്, ആൽവിൻ ആണ് ഫോട്ടോ എടുത്തത്. ആണല്ലേ. ഒട്ടുമിക്ക പടങ്ങളും ഇപ്പൊ ചെയ്തേക്കുന്നത് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കൂടെയാണ്. അപ്പം ഹൗ മെനി ഫിലിംസ് ഡിഡ് യു ഡു വിത്ത് ദം? അറൗണ്ട് 8 അല്ലേ? 8. എങ്ങനെയായിരുന്നു അവരുടെ കൂടെയുള്ള ജേർണി? എങ്ങനെയാണ് ശരിക്കും? ഇറ്റ്സ് ഫൺ. മോസ്റ്റ്ലി അവരുടെ മൂവീസ് എപ്പോഴും ഫണ്ണാണ്. എങ്ങനെയാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ലൈക്ക് വിത്ത് ഫ്രൈഡേ ഫിലിം ഹൗസ്? അല്ലേ, നമ്മളിപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസിലൊരു ഫാമിലി അംഗം പോലാണ്. തുടക്കത്തിൽ ഫസ്റ്റ് മൂവി സൂഫിയായിരുന്നു ഫ്രൈഡേ ആയിട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് 3 പടം ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. സൂഫി തൊട്ട് സൂഫിയിൽ നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെയുള്ള പടങ്ങളെല്ലാവരും മീൻസ് വിജയ് സാറ് തരുന്നത്. അപ്പം ഇപ്പോൾ ഒരു ഫാമിലി പോലെയാണ്, നമ്മളെല്ലാവരും ഫാമിലി പോലെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പുറത്ത് പടം ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്രൈഡേയിൽ എല്ലാ പടങ്ങളും ചെയ്യുന്നുണ്ട്. വരുന്നത് തരുന്നു, നമ്മളത് ഇപ്പം ഫസ്റ്റ് പടം ചെയ്ത കണക്ക് തന്നെ ഞാൻ ലാസ്റ്റ് പടത്തിലും എഫേർട്ട് ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാലമായി, ഇറ്റ്സ് ബീൻ ഇയേഴ്സ് ദാറ്റ് യു വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പോൾ ഇസ് ദർ എനിബഡി ലൈക്ക് ഒരു ബെസ്റ്റ് ബഡി അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻറ്റോർ എന്നൊരു പേഴ്സൺ? ഹൂ ഇസ് ദാറ്റ് ഫോർ യു? ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ അത് വിനയ് ബാബു ആണ്. പുള്ളിയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. വിജയ് സാറിൻ്റെ അനിയനാണ്. പക്ഷേ ഞാനും പുള്ളിയും തമ്മിൽ അത്യാവശ്യം ഒരു നല്ല ബോണ്ടിങ്ങിലാണ്. അതായത് ഒരു ബ്രദറിനെ പോലാണ്, എന്ത് കാര്യങ്ങൾ സംസാരിക്കാം. സെറ്റിൽ വരുമ്പോൾ പ്രൊഡ്യൂസർ, പുറത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ബിഗ് നെയിംസിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. സുരാജ് ഏട്ടനായാലും വിനായകനായാലും നമ്മുടെ കീർത്തി സുരേഷ് ആയാലും ജയസൂര്യ ആയാലും. അപ്പം ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ദം? എങ്ങനെയായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്? അല്ലെങ്കിൽ അവർ ചില പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ട് നോക്കിപ്പോവും, അങ്ങനത്തെ എക്സ്പീരിയൻസസ് എങ്ങനെയായിരുന്നു? അല്ലേ, എല്ലാ ആർട്ടിസ്റ്റും ഒരേപോലെ അല്ല. എല്ലാവർക്കും അവരേതായിട്ടുള്ളൊരു രീതിയുണ്ട്, ശൈലിയുണ്ട്. അപ്പം നമ്മളിപ്പം എല്ലാവർക്കും അവരേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം ഓരോരുത്തരടുത്ത് വർക്ക് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്നതും ചിലർ സജഷൻസ് പറയും. ചേട്ടനൊക്കെ ആണെങ്കിൽ സജഷൻസ് പറഞ്ഞു തരും. വിനായകൻ ചേട്ടനായാലും അത് തന്നെ. അപ്പോൾ ഓരോരുത്തർക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ജെല്ലായി അവരുടെ കൂടെ, അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് പോകും. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇനിയിപ്പം ഏതൊക്കെ ഡയറക്ടറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്? അങ്ങനെ ലൈക്ക് ഹൂസ് യുവർ ഡ്രീം ഡയറക്ടർ ഓർ ആൻ ആക്ടർ? ഇല്ല, അങ്ങനെ ഒരു ഡ്രീം നമ്മൾ എന്താണെന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ പോസിബിൾ ആവില്ല. കാരണം അങ്ങനെ ഇപ്പം ന്യൂ കമേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മിഥുൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു. അതൊരു എക്സ്പീരിയൻസാണ്. പക്ഷേ നമ്മൾ ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് കിട്ടണമെന്നില്ല. അപ്പം അതിന് പണ്ട് എനിക്ക് എക്സ്പീരിയൻസ് മീൻസ് ഞാൻ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ആഗ്രഹമുണ്ട് ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം, ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം. പക്ഷേ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം നമുക്ക് ആരെ കൂടെയാണോ വർക്ക് ചെയ്യാൻ കിട്ടുന്നത് അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യണം അതെ ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പം. കാരണം നമ്മളത് ആഗ്രഹിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കൊരു എന്നൊരു വിഷമമായിരിക്കും. അതെ. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഹാവ് യു സൈൻഡ് അപ്പ് ഫോർ എനി മൂവീസ്? അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് സിനിമറ്റോഗ്രാഫിയോ അല്ലെങ്കിൽ ഡയറക്ഷനോ എന്താണ് താല്പര്യം? ഇപ്പം ഒരു പ്രോജക്റ്റ് റണ്ണിങ്ങിലാണ്. അത് കാലൻ്റെ തങ്കക്കുടം. ഇന്ദ്രജിത്താണ് ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് ഉണ്ട്. ഫ്യൂച്ചർ പരിപാടി ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതിപ്പോൾ ഫിലിം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അത് എന്നെങ്കിലും സാധിക്കുമെന്ന്. So thank you for coming to the show. Wishing you all the luck and happiness for all the future endeavors. Thank you.